നമസ്കാരം. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമായ ദൈവത്തിൻ്റെ അവകാശികൾ, റിട്ടൺ ബൈ പ്രേംകുമാർ. അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ അവകാശികൾ എന്നുള്ള ലേഖനമാണ് നമുക്ക് വായിക്കേണ്ടത്. ഇന്ന് പെരുമഴയത്ത് ഒലിച്ചുപോയ മൺകൂരയുടെ ഇത്തിരി പോന്ന അവശിഷ്ടം കരികെ മാനസിക വളർച്ചയില്ലാത്ത മധ്യവയസ്കയായ മകളെയും ചേർത്ത് പിടിച്ച് പിന്നെയും മാനത്തുരുണ്ട് കൂടുന്ന മഴക്കാറുകളെ നോക്കി ഇനി എന്തെന്നറിയാതെ മാനം തളർന്ന് പകർച്ചു നിൽക്കുന്ന എല്ലിൻകൂട് മാത്രമായ വൃദ്ധമാതാവിൻ്റെ കൂനികൂടിയ ദയനീയ രൂപം. ചവർ നിറഞ്ഞ് ഒഴുകാനാകാത്ത അഴുക്ക് ചാലിനരികിൽ തകരക്കഷ്ണങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ചാക്കിൻ തുണ്ടങ്ങളും ദ്രവിച്ച ഓലക്കരികളും കൊണ്ട് മറച്ച ഇടുങ്ങിയ ചെറ്റപ്പുര. അതിനുള്ളിൽ അപൂർവ രോഗം ബാധിച്ച 4 ആൺമക്കൾക്ക് കൂട്ടിരിക്കുന്ന ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീ. ആൾരൂപം പോലും അപ്രത്യക്ഷമായി പോയ ആ 5 ജീവനുകളുടെ ഹൃദയം പിളർക്കുന്ന തുറച്ചു നോട്ടം. തെരുവ് നായ്ക്കൾക്കൊപ്പം ഈച്ചൽ കൂമ്പാരങ്ങളുടെ മാലിന്യത്തിൽ പൊരിയുന്ന വയറിന് അല്പം ആഹാരം തിരയുന്ന ആദിവാസി ബാല്യങ്ങളും അല്ലാത്ത ബാല്യങ്ങളും അനാഥ ബാല്യങ്ങളും അവരുടെ കത്തിക്കാളുന്ന വിശപ്പിൻ്റെ വിലാപങ്ങൾ. ഭക്ഷണമില്ലാതെ വിളർച്ച ബാധിച്ച ശരീരത്തിൽ ജീവരക്തം അവശേഷിച്ച് അല്പം ജീവൻ്റെ തുടിപ്പിനെ ചികിത്സിക്കാൻ കാശില്ലാതെ നിവൃത്തിയില്ലാഞ്ഞ് മരണം സ്വയം വരിച്ച 7 വയസ്സുകാരുടെ മരവിച്ച കുഞ്ഞ ശരീരം. പ്രതീക്ഷയുടെ സർവ്വവാതിലുകളും അടഞ്ഞപ്പോൾ മുന്നിൽ തെളിഞ്ഞ വലിയ ശൂന്യതയുമായി ആരുടെയോ ഔദാര്യത്തിൽ അത്രയും നാൾ കഴിഞ്ഞ കുടുസായ ഒറ്റമുറി വീട് വിട്ട് 5 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന വിധവയായ ഒരമ്മയുടെ വിഹുലമായ വിങ്ങുന്ന മുഖം. വിവാഹപ്രായം കഴിഞ്ഞ പെൺമക്കൾ ഒരാളെപ്പോലും പറഞ്ഞയക്കാൻ കയ്യിലൊന്നുമില്ലാതെ, സഹായിക്കാൻ ആരുമില്ലാതെ, മനസ്സ് തകർന്ന് മാതൃത്വത്തെ സ്വയം ശപിച്ചുകൊണ്ട് പാഞ്ഞു വന്ന തീവണ്ടിക്ക് മുന്നിൽ നിസ്സഹായ ലോകത്തോട് മുഴുവൻ നിസ്സംഗമായി കൈകൂപ്പി തൊഴുതു നിന്ന ഒരു പാവം അമ്മയുടെ ചിന്നിച്ചിതറിയ ശരീരത്തുണ്ടുകൾ. കൊടിയ ദാരിദ്ര്യത്തിൽ നരകയാതന അനുഭവിച്ച് നട്ടം തിരിയുന്ന നിർഭാഗ്യ ജന്മങ്ങളുടെ കരളലിയിക്കുന്ന കണ്ണീരിൻ്റെ എണ്ണമറ്റ കഥകൾ അനന്തമായി തുടരുകയാണ് മാധ്യമങ്ങൾ ദിവസവും. വാർത്തകളായി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദാരിദ്ര്യ ദുരിതങ്ങളുടെ തീച്ചുളയിൽ ദഹിച്ചു ഉരുകുന്ന ഹതഭാഗ്യരുടെ ജീവിതങ്ങൾ ചിലത് മാത്രമേ വാർത്തകൾ നിറയുന്നുള്ളൂ. അതുതന്നെ എത്രയോ അധികമാണ്. വാർത്തയാകാൻ പോലും യോഗമില്ലാതെ അത്തരം ജീവിതകഥകൾ അതിലും എത്രയോ അധികം ഇനിയുമുണ്ടാകും. ഇവിടെ ദാരിദ്ര്യം ഏറ്റവും ഭീകരമായ രൂപത്തിൽ ഭൂരിപക്ഷം വരുന്ന വലിയൊരു ജനതയെ നിഴൽ പോലെ പിന്തുടരുകയാണ്. ഇല്ലായ്മയിൽ വീർപ്പുമുട്ടുന്ന മനുഷ്യജീവിതങ്ങൾ അത് വരിഞ്ഞു മുറുക്കുന്നു, ഞെരിച്ചമർത്തുന്നു. മനുഷ്യരൂപങ്ങളെയും മനുഷ്യത്വത്തെയും എല്ലാം അത് കാർന്നു തിന്നുന്നു. പട്ടിണിയും വിശപ്പും മൂലം മരിച്ചു വീഴുന്ന മനുഷ്യർ, മാറാരോഗങ്ങൾ, ചികിത്സിക്കാൻ പണം കണ്ടെത്താനാവാതെ സ്വയം മരണം ഏറ്റുവാങ്ങുന്ന മനുഷ്യർ, നിത്യദാരിദ്ര്യം മൂലം ജീവിതം ഒരിഞ്ച് മുന്നോട്ട് നീങ്ങാനാവാതെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും കൊല ചെയ്തിട്ട് കൂട്ടമായ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്ന മനുഷ്യർ. അതിദാരുണമായ അത്തരം സംഭവങ്ങൾ പരിഷ്കൃത സമൂഹം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാണക്കേടായി, നാടിൻ്റെ ശാപമായി നിർബാധം നിരന്തരം തുടരുന്നു. നാം നേടിയെന്ന് അവകാശപ്പെടുന്ന സ്വാതന്ത്ര്യത്തിനും ഇവിടെ നടമാടുന്ന എന്ന് പറയപ്പെടുന്ന ജനാധിപത്യത്തിനും നേരെ പല്ലിടിച്ചു കാട്ടിക്കൊണ്ട് ദാരിദ്ര്യം എന്ന ഭീകര യാഥാർത്ഥ്യം ഭീമാകാരം പൂണ്ട ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നു. ദരിദ്ര ഇന്ത്യ തിളങ്ങുന്ന ഇന്ത്യയുമായി പരസ്യങ്ങൾ പരിണമിച്ചെങ്കിലും കോടാനുകോടി മനുഷ്യക്കോലങ്ങൾ ഇവിടെ കടുത്ത ദാരിദ്ര്യം വേട്ടയാടുന്നവരായി ജീവിതത്തിൻ്റെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും അപ്രാപ്യരായി നരകതുല്യമായ ജീവിതം ജീവിച്ചു തീർക്കുന്നു. അടുത്ത കാലത്ത് പുറത്തുവന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക സർവേ ഫലം ഇന്ത്യൻ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും ദയനീയമായ ചിത്രം അനാവരണം ചെയ്യുന്നതാണ്. എല്ലാ തിളക്കവും കെടുത്തുന്നതാണ്. അന്തി ഉറങ്ങാൻ സ്വന്തമായ ഒരു കൂര പോലുമില്ലാതെ, പുതയ്ക്കാൻ ഒരു തുണ്ട് തുണി പോലുമില്ലാതെ തണുത്തു വിറച്ച് കടത്തിണ്ണകൾ ചുരുണ്ടുകൂടുന്ന ജനലക്ഷങ്ങൾ. സ്കൂളിൽ പോയി പഠിക്കേണ്ട പ്രായത്തിൽ കുടുംബം പുലർത്താൻ കൂലിപ്പണിക്ക് പോയി കഠിന ബാലവേല ചെയ്ത് തളർന്നു വീഴുന്ന അസംഖ്യം കുരുന്നു കുഞ്ഞുങ്ങൾ. മനുഷ്യ മനസാക്ഷി മരവിപ്പിക്കുന്ന BPLനും താഴെയുള്ളവരുടെ കഷ്ടതകളുടെ സ്ഥിതിവിവര കണക്കുകൾ. ദാരിദ്ര്യം ദംശങ്ങൾ നീട്ടി താണ്ഡവമാടുന്ന ചേരികളിലെ ആദിവാസി ഊരുകളിലും തെരുവോരങ്ങളിലും ഗ്രാമീണ മേഖലകളിലും അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും മാത്രമല്ല, നമുക്ക് ചുറ്റും എല്ലായിടത്തും അതുണ്ട്. സാമ്പത്തിക സർവേ കൃത്യമായ കണക്കുകൾ നിരത്തി അതിൻ്റെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്നു. വികസ്വര രാജ്യങ്ങൾ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന പിന്നാക്ക രാജ്യങ്ങളായ എല്ലാം 3-ാം ലോക രാജ്യങ്ങളെയും പോലെ നമ്മുടെ രാജ്യത്തും ദാരിദ്ര്യവും പട്ടിണിയും സാധാരണ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി ആലോചനകളൊന്നും കൂടാതെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ദാരിദ്ര്യം ഒരു ആഗോള പ്രതിഭാസമാണെങ്കിലും സമ്പന്ന രാഷ്ട്രങ്ങളിൽ ദരിദ്രർ യഥേഷ്ടമുണ്ടെങ്കിലും ദരിദ്ര രാജ്യം എന്നും ദരിദ്രരുടെ രാജ്യമെന്നുമുള്ള കുപ്രസിദ്ധി മുമ്പ് മുതൽക്കേ ഇന്ത്യക്ക് സ്വന്തം. മാറി വരുന്ന ഭരണകൂടങ്ങളും ജനാധിപത്യത്തിൻ്റെ കാവലാളന്മാരും ദാരിദ്ര്യം ഒരു പ്രകൃതി നിയമം, അസ്വാഭാവികമായി അതിലൊന്നുമില്ല, തങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്ന മട്ടിൽ പിൻവാങ്ങുന്നു. ഭരണം തകൃതിയായി നടത്തുന്നു. പുറം ലോകത്തുള്ള കുപ്രസിദ്ധി മാറ്റിയെടുക്കാൻ പൊങ്ങച്ചം ഭാവിച്ചും ആവശ്യപ്പെടാതെ അങ്ങോട്ട് സഹായങ്ങൾ പ്രഖ്യാപിച്ച അധീശത്വം നേടാൻ ശ്രമിച്ചും ചില അന്താരാഷ്ട്ര അഭ്യാസങ്ങൾ കാട്ടാൻ ശ്രമിക്കുന്നതല്ലാതെ നാട്ടിലെ പട്ടിണിയും പരുവട്ടും
മാറ്റുക എന്നത് അവരുടെ അജണ്ടയെ അല്ലാതായിരിക്കുന്നു. മുമ്പ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഹഠാവോ തുടങ്ങിയ മുദ്രാവാക്യങ്ങളെങ്കിലും ഉണ്ടായിരുന്നു പട്ടിണി പാവങ്ങൾക്ക് കൂട്ടിനായി. ഇന്ന് ആ മുദ്രാവാക്യങ്ങളും ആഹാരങ്ങളുമെല്ലാം അന്യം നിന്ന് പോയിരിക്കുന്നു. എല്ലാവരും അത് മറന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർക്ക്, സ്വപ്നങ്ങൾ പോലും ഇല്ലാത്തവർക്ക്, ആഗ്രഹങ്ങൾ അന്യമായവർക്ക് ഇന്ന് നിരാശയും കൂരിരുളും മാത്രമാണ് കൂട്ടായുള്ളത്. ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യേണ്ട, ദരിദ്രരുടെ സംരക്ഷകരാകേണ്ട ഭരണാധികാരികൾക്കും ആസൂത്രണത്തിൻ്റെ അനുഭവന്മാർക്കും ഉദ്യോഗസ്ഥ ബന്ധങ്ങൾക്കും ഒന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇപ്പോൾ ഒരു വിഷയമേ അല്ല. അവർ റോഡുണ്ടായി, പാലമുണ്ടായി, IT രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടായി, വികസനമുണ്ടായി എന്ന് ഊറ്റം കൊള്ളാനുള്ള ചങ്കൂറ്റം കാട്ടുന്നു. ഗാന്ധിജി പറഞ്ഞു, രാജ്യത്തെ സംബന്ധിച്ച് ഓരോ കരാർ ഒപ്പിടുമ്പോഴും ദരിദ്രരെ ഓർക്കണം. അവരെ മറന്നുകൊണ്ടും അശ്രനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു വികസനവും വികസനമല്ല. വികസനത്തിൻ്റെ പ്രഥമ പരിഗണന ദാരിദ്ര്യം, തൊഴിലില്ലായ്മയും പട്ടിണിയും പരിഹരിക്കുക എന്നതാവണം. നമ്മുടെ രാജ്യത്ത് സുലഭമായ മനുഷ്യവിഭവശേഷിയെ ക്രിയാത്മകമായി ഉപയോഗിച്ച് അത് സാധ്യമാക്കാം. പട്ടിണി ഇല്ലാത്ത ഇന്ത്യ, പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അകലം ഒട്ടുമില്ലാത്ത ഇന്ത്യ, അതാണ് എൻ്റെ സ്വപ്നം. ഇന്ന് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. സമ്പത്ത് മുഴുവൻ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ കൈകൾ കേന്ദ്രീകൃതമാകുന്നു. ധനവാൻ കൂടുതൽ ധനവാനായും ദരിദ്രൻ കൂടുതൽ ദരിദ്രനായും മാറുന്ന ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക അസമത്വത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മുടെ നാട് വീഴുന്നു. അത്യന്തം അപകടകരമായ സാമ്പത്തിക നയത്തിൻ്റെ ഇരകളായി വലിയൊരു വിഭാഗം ദരിദ്ര ജനത വഴിമുട്ടിയ ജീവിതത്തിന് മുന്നിൽ ഒരു ആർത്തനാദത്തിന് പോലും അശക്തരായി വിറങ്ങലിച്ചു നിൽക്കുന്നു. അസ്ഥികൂടങ്ങൾ പോലുള്ള മനുഷ്യരൂപങ്ങൾ കിതച്ചും ചുമച്ചും ചോര തുപ്പിയും ജീവൻ്റെ അവസാന ശ്വാസം വലിച്ചെടുക്കാൻ എന്ന പോലെ ആയാസപ്പെട്ട് ഞരങ്ങിയും ജീവശവങ്ങളായി അലയുന്നു. ധനസമൃദ്ധിയുടെ ധാരാളിത്തത്തിൽ മതിമറന്ന് സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിതം ആഘോഷമാക്കി മാറ്റിയവർ ആഹ്ലാദത്തിൽ ആറാടുന്നു. വില കൂടിയ വിദേശ മദ്യവും ചൈനീസ് ഫുഡും കൊക്കക്കോളയും ഒക്കെ കഴിച്ച് ചീർത്തു വീർത്ത് കൊഴുത്ത് കൊളസ്ട്രോളും ദുർമേധസ്സുമൊക്കെ അവർ ആർഭാടപൂർവ്വം ആഡംബര ജീവിതം ജീവിക്കുന്നു. നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാതെ കണ്ണീര് കുടിച്ച് കഴിയുന്ന പട്ടിണിക്കാരുടെ ഒട്ടിയ വയറിലെ കത്തുന്ന വിശപ്പിൻ്റെ കാഠിന്യം അവർക്കെല്ലാം സങ്കല്പിക്കാൻ പോലും ആവില്ല. ചുറ്റിലും ദുരിത ജീവിതങ്ങളുടെ ദീനരോധനങ്ങൾ ഉയരുമ്പോൾ അതിന് നടുവിൽ ആർക്കും ജീവിതം ആഘോഷമാക്കാൻ അവകാശമില്ലെന്ന് ഓർക്കുക. MP-മാരുടെയും MLA-മാരുടെയും ശമ്പളം ഒറ്റയടിക്ക് ഇരട്ടിയാക്കാൻ ഒരിക്കലും ഇല്ലാത്ത ഒത്തൊരുമയോടെ ഭരണപ്രതിപക്ഷങ്ങൾ ഒരു ഉളുപ്പുമില്ലാത്ത ഒരുമിക്കുമ്പോൾ ഓർക്കുക, ഒരു നേരം പോലും ഒന്നും കഴിക്കാനില്ലാത്തവരുടെ കണ്ണീരിട്ട് വീണ വോട്ടാണ് ഞങ്ങളാക്കിയതെന്ന്. മറ്റുള്ളവർ എന്ത് കഴിക്കുന്നു എന്ന് കൊലവിളിയുമായി പരിശോധന നടത്താൻ വ്യഗ്രത കാട്ടുന്നവർ അവർ എന്തെങ്കിലും കഴിച്ചോ എന്ന് കൂടി പരിശോധിക്കുക. അവർക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നും. മനുഷ്യർ ദരിദ്രരാവുന്ന ഒരു ജനത ദാരിദ്ര്യം മൂലം നശിക്കുന്നത് അത് വിധിയോ നിയോഗമോ സാഹചര്യങ്ങളോ സാമൂഹ്യ വ്യവസ്ഥയുടെ തകരാറുകളോ എന്തുമായിക്കോട്ടെ, അത് പരിഹരിക്കാനുള്ള സർവ്വബാധ്യതയും വെറുതെ സർക്കാരുകൾ സമർപ്പിച്ച് സമൂഹം നിസ്സംഗരായി ഇരുന്നുകൂടാ. ചുറ്റുമുള്ള ദരിദ്രരെക്കുറിച്ച് ചിന്തിക്കാനും ദരിദ്രം വളർന്നു വരുന്ന വഴികളെക്കുറിച്ച് അന്വേഷിക്കാനും ആ മഹാവിപത്തിനെ പ്രതിരോധിക്കാനും ചെറുത്തു തോൽപ്പിക്കാനുമുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്താനും ഓരോ പൗരനും പ്രതിജ്ഞാബദ്ധരാകണം. ഉള്ളൊരൽപ്പം നന്മയും മനുഷ്യസ്നേഹവും അവശേഷിക്കുന്നവർ മുഴുവൻ അതിനായി മുന്നോട്ട് വരണം. മറ്റുള്ളവരുടെ കനിവിനും കാരുണ്യത്തിനുമായി കാത്തു കഴിയുന്ന അശരണരും ആലംബഹീനർക്കും ആശ്വാസമാകാൻ അളവറ്റ സമ്പത്ത് ശേഖരിച്ച് വച്ചിരിക്കുന്നവർ കരുണ കാട്ടണം. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളുമെല്ലാം അധിക ധനം അതിനായി ഉപയോഗിക്കണം. ലോക കോടീശ്വര പട്ടികയിൽ 1-ാം പേര് ആകാൻ മത്സരിക്കുന്ന ചതി കോടീശ്വരന്മാർ തൻ്റെ സമ്പാദ്യത്തിൻ്റെ സിംഹഭാവവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ച ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗിൻ്റെ മഹത്വമാർന്ന മാതൃക സ്വീകരിക്കട്ടെ. നോവും ആത്മാവിനെ സ്നേഹിച്ചിടും എന്ന് പ്രഖ്യാപിക്കുന്ന പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനങ്ങളും മനുഷ്യ നന്മയ്ക്കായി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമെല്ലാം സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന വമ്പിച്ച സമ്പത്ത് മനുഷ്യസ്നേഹത്തിൻ്റെ മാതൃകളാകുവാൻ പ്രയോജനപ്പെടുത്തണം. മനുഷ്യൻ്റെ ചില്ലിക്കാശ് പോലും ആവശ്യമില്ലാത്ത ദൈവത്തിൻ്റെ പേരിൽ ആഡംബരത്തിൻ്റെ അടയാളങ്ങളായ പടുകൂറ്റൻ പള്ളികളിലും അമ്പലങ്ങളിലും മതസ്ഥാപനങ്ങളും അളവില്ലാതെ സമ്പത്ത് കുന്നുകൂടി വച്ചിരിക്കുന്നു. ആ ആരാധനകൾക്ക് മുന്നേ നിരന്നിരുന്ന് വിശന്നിരിയുന്ന മനുഷ്യന് യാചകരായി ദീനസുരത്തിൽ നിലവിളിക്കുന്നു. എന്തൊരു വൈരുദ്ധ്യം! ആ വൈരുദ്ധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ദരിദ്രരുടെ പട്ടിണി മാറ്റാനായി വിട്ടു നൽകാൻ അത് കൈയാളുന്നത് ദയ കാട്ടണം. ദൈവത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ദരിദ്രരാണ്. ദൈവത്തിൻ്റെ സ്വത്ത് ദരിദ്രർക്കുള്ളതാണ്. സർവ്വ അനീതിയും അടിച്ചമർത്തലും അസമത്വവും അവഗണനയും സഹിച്ച് എല്ലാ ചൂഷണങ്ങൾക്കും വിധേയരായി പട്ടിണിയോട് പടവെട്ടി ചീഞ്ഞളിഞ്ഞ ജീവിതത്തിൻ്റെ ചെളിക്കുണ്ടിൽ വീണുകിടക്കുന്ന നിന്ദിതരും പീഡിതരുമായ മനുഷ്യർക്ക് മുന്നിൽ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ തത്വശാസ്ത്രങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തിയുമില്ല. വിശക്കുന്നവർക്ക് മുന്നിൽ ആഹാരമാണ് ദൈവം. വിശപ്പും പട്ടിണിയും ദാരിദ്ര്യവുമില്ലാത്ത ഒരു ലോകം പടുത്തുയർത്താൻ വേദന തിന്നുന്ന പാവങ്ങൾക്ക് ഒരു പുതിയ ജീവിതത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകാൻ ആ സമ്പത്തൊക്കെയും വിനിയോഗിക്കണം. ഒരേ ആകാശത്തിൻ്റെ കീഴിൽ ഒരേ ഭൂമിയിൽ ഒരേ സൂര്യൻ്റെ ചൂടേറ്റ് ഒരേ ചന്ദ്രൻ്റെ കുളിരേറ്റ് ഒരേ ജീവവായു ശ്വസിച്ച് ഒരേ ജീവജലം പാനം ചെയ്ത് ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യർ
ഹിന്ദുവെന്നോ ഇസ്ലാമെന്നോ ക്രിസ്ത്യാനിയെന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ഹൃദയവും കണ്ണും കരളും കിഡ്നിയും രക്തവും സർവ്വവും ഒരുപോലെ പരസ്പരം മാച്ചാവുന്ന മനുഷ്യർ. ആ മനുഷ്യരെ മനുഷ്യരായി കണ്ട് എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ട് അവരുടെ ദൈന്യത മാറ്റാൻ, അവരെ ഉന്നതിയിലേക്ക് നയിക്കാൻ അളവറ്റ ആദാനം ഉപയോഗിക്കണം. എല്ലാ മനുഷ്യരെയും അങ്ങനെ ഒന്നായി കാണാനുള്ള അത്രയും വിശാല മനസ്കത ഉണ്ടാകുന്നില്ലെങ്കിൽ അവരവരുടെ സ്വന്തം ദരിദ്രരെയെങ്കിലും സംരക്ഷിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് കനിവുണ്ടാകണം. പട്ടിണിയും വിശപ്പും മൂലം ഒരു മനുഷ്യൻ പോലും ഇനി ഇവിടെ മരിക്കരുത്. ഇല്ലായ്മ കാരണം ഇനി ആരുടെയും ജീവിതം വഴിമുട്ടരുത്. ദരിദ്രം മൂലം ഇനി ഒരാൾ ഇവിടെ ആത്മഹത്യ ചെയ്യരുത്. ആചന്ദ്രകാലം ആരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല. ജീവിച്ചിരിക്കുന്ന അല്പകാലം തങ്ങളുടെ അധികാരവും സമ്പത്തും സൗഭാഗ്യങ്ങളുമെല്ലാം ചുറ്റുമുള്ള നിരാലംബർക്ക് കൂടി പ്രയോജനമാവുമ്പോഴാണ് അവരെ കൂടി കരുതുമ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്, ഈ ലോകം തന്നെ മനോഹരമാകുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളിലേക്ക് മറ്റുള്ളവരുടെ പരിഗണന എത്തുമ്പോഴാണ് ദൈവം മനുഷ്യനിൽ പ്രസാദിക്കുന്നത്. മനുഷ്യൻ മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നത്. ഒരേ ദൈവത്തിൻ്റെ ഒരേ സൃഷ്ടിയായ മനുഷ്യൻ മുഴുവൻ ഒരുപോലെ സുഖമായി സന്തോഷമായി സമൃദ്ധിയോടെ സംതൃപ്തമായി ഇവിടെ വസിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പിന്നെ ഒരു 3 കോഡ്സാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 3 മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള, അതായത് യേശു ക്രിസ്തുവിൻ്റെ ഖുറാനിൽ പരാമർശം, ഹൈന്ദവ ദർശനത്തിൻ്റെ 3 കോഡ്സ് കൊടുത്തിട്ടുണ്ട് എൻ്റെലായിട്ട്. സ്വർഗരാജ്യം അവകാശമാക്കാൻ നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് നൽകിയിട്ട് എന്നെ അനുഗമിക്കുക. നിങ്ങൾ എളിയവർക്ക് ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ വചനം. അടുത്ത ഖുറാനിലെ വചനം, ഫക്കീറിനെ അതായത് ദരിദ്രനെ സഹായിക്കാത്തവനെ പരമകാരുണികനായ അള്ളാഹു സ്നേഹിക്കുകയില്ല. ദെൻ ഹൈന്ദവ സന്ദർശനം, മാനവ സേവ മാധവ സേവ. ഇത്രയും വചനങ്ങൾ പറഞ്ഞ് ആ ലേഖനം, ദൈവത്തിൻ്റെ അവകാശികൾ എന്ന ലേഖനം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.